ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഷൈനാണ് വണ്ടി. വണ്ടിക്ക് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് നമുക്ക് സെൽഫ് വർക്ക് ചെയ്യണില്ല. അതേപോലെ സ്പീഡോമീറ്റർ ചെക്കപ്പ്, ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ്, അതൊക്കെയാണ് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെയാണ് കംപ്ലയിൻറ്റ്. മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നത് ഈ കാർബൺ ബ്രഷ് ഫുള്ള് തീർന്നെടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നത് ഈ കോപ്പർ ബ്രഷിന് ചെറിയൊരു തേമാനുണ്ട്. അപ്പോൾ നമ്മൾ കാർബൺ ബ്രഷ് മാറ്റിയിട്ട് ഞാൻ സെൽഫ് മോട്ടർ വർക്കിംഗ് ആക്കി എടുക്കാം. പക്ഷേ നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്തല്ല ചെറിയൊരു മൂളിച്ച സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിലവിൽ അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓൾറെഡി നമുക്ക് ക്ലീൻ ചെയ്ത് കാർബൺ മാറ്റി കയറ്റി കഴിയുമ്പോൾ സെൽഫ് മോട്ടർ വർക്കിംഗ് ആയിക്കോളും. ഫസ്റ്റ് അടിക്കുന്ന സമയത്ത് ചെറിയൊരു മൂളിച്ച് വരാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ തേമാനം കാണുമ്പോൾ അങ്ങനെ തോന്നണം നമുക്ക് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി SF ആയിരിക്കണം. SF സോണിക്കിൻ്റെ ആണ് ബാറ്ററി ഇരിക്കണേ. അപ്പോൾ അത് 12 വോൾട്ടിൻ്റെ 4 ആംപിയറിൻ്റെ ബാറ്ററിയാണ്. ഓൾറെഡി നമുക്ക് ഷൈൻ സൈസാണ് ബാറ്ററി തന്നെ. അപ്പോൾ നമ്മൾ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞേക്കണതുകൊണ്ട് തന്നെ മോട്ടറിൻ്റെ ആണെങ്കിൽ കൂടി മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് എങ്കിൽ കൂടി നമ്മൾ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.46 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് ഇടാണ്. കാരണം ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്ന വാല്യൂസ് ബാറ്ററി ഡാമേജ് ആയിട്ടുള്ളതാണ് കാണിക്കുക. അപ്പോൾ സെൽഫിൻ്റെ പ്രോബ്ലം നമ്മളിപ്പോൾ റെഡി ആക്കിയാലും സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചാൽ ഈ ബാറ്ററിയും കൂടി നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ വേണമെന്ന് ചിലപ്പോൾ വേണ്ടി വരില്ല. നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ കാർബൺ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് നോക്കാം. സെൽഫ് അടിക്കുകയാണെങ്കിൽ പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം കംപ്ലയിൻറ്റ് വരുമ്പോൾ സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ സെൽഫ് മോട്ടറിൻ്റെ അല്ല ഈ ബാറ്ററിയുടെ ആണെന്നുള്ള കേസ് മനസ്സിലാക്കണം. കാരണം ഞാൻ ഓൾറെഡി ബാറ്ററി ഫെയിൽഡായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ഈ മെക്കാനിസത്തിൻ്റെയാണ് കംപ്ലയിൻറ്റ്. അത് മെക്കാനിസം മാത്രം ഈ മോഡലിൻ്റെ മെക്കാനിസം മാത്രമായിട്ട് അവൈലബിൾ അല്ല, സെറ്റായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ നമുക്ക് പിന്നെ പറഞ്ഞത് ആക്സിലേറ്ററിൻ്റെ കേസ് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ ടൈറ്റാണ്. കാരണം അത് കേബിളിൻ്റെ ആണത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഹാൻഡിൽ റൊട്ടേഷൻ വന്ന ഭാഗത്ത് ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിയണ ഭാഗത്ത് തന്നെ ഓൾറെഡി ചെറിയൊരു പൊട്ടൽ പോലെ വന്നിട്ടുണ്ട്. തന്നെയല്ല ഔട്ടർ വലിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ ലൈൻ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും, വേറെ പ്രോബ്ലം ഇല്ല. അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടോളൂ. മീറ്ററിൻ്റെ കേസ് അപ്പോൾ നമുക്ക് ചെയ്ത് നടക്കില്ല. ബാക്കിയത്തെ വർക്കുകൾ നമുക്ക് അത് ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ.